ഭാര്യ. രചന സിതാര. ഇപ്പോൾ ടയേർഡല്ലല്ലോ? നീതുവിൻ്റെ കാതിലവൻ മെല്ലെ ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഒത്തൊരു പുരുഷൻ്റേതായി മാറിയിരുന്നു. മറുപടിയൊന്നും പറയാൻ സാധിക്കാതെ നിൽക്കുന്നവളുടെ അരക്കെട്ടിൽ അവൻ്റെ കൈകൾ മുറുകി. കഴുത്തിൽ വീണ്ടും ചുംബനങ്ങൾ അവൻ നൽകാൻ തുടങ്ങി. പിന്നെ മെല്ലെ അവളെ കൈകളിലെടുത്ത് കട്ടിലേക്ക് കിടത്തുമ്പോൾ അവൻ്റെ കണ്ണിലെ പ്രണയം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. ഈ പ്രണയം തന്നോടുള്ളതല്ലെന്ന് അവളുടെ മനസ്സ് ഉരുവിട്ടതും. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, എന്തെങ്കിലും മരുന്നുണ്ടോന്ന് വേഗത്തിൽ അവൾ ചോദിച്ചു. തലവേദനയോ? അത് പറയുമ്പോൾ പൗരുഷം നിറഞ്ഞ ശബ്ദം മാറി നിഷ്കളങ്കത നിറഞ്ഞൊരു കുട്ടിയുടെ ശബ്ദമായി അവൻ്റെ ശബ്ദം മാറിയിരുന്നു. ഇന്ന ഈ ബാം തലയെ പുരട്ടിക്കോ എന്നു പറഞ്ഞുകൊണ്ട് വേഗത്തിൽ തന്നെ ഒരു ബാം അവൻ നീതുവിന് നൽകി. പിന്നെ ടേബിളിൻ്റെ ഡ്രോയർ തുറന്ന് എന്തൊക്കെയോ അവൻ തിരഞ്ഞു. ഒടുവിലൊരു സ്ട്രിപ്പ് പെയിൻ കില്ലർ എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ നീതുവിന് നൽകി. ഈ മരുന്നും കഴിച്ചോ? എനിക്ക് തലവേദന വരുമ്പോൾ അമ്മയും മരുന്ന് തരുന്നതാ. അവൻ പറഞ്ഞത് കേട്ടതും ആൻസറിനുള്ള ഒരുവളെപ്പോലെ നീതു തലകുലുക്കി. ആ രാത്രി മുഴുവൻ ഇല്ലാത്ത തലവേദനയ്ക്ക് പരിചരണം നീതുവിനവൻ നൽകുമ്പോൾ സിമ്പതിക്കപ്പുറം എന്തോ ഒരിഷ്ടം നീതുവിന് രാഹുലിനോട് തോന്നിത്തുടങ്ങി. ഓരോ ദിവസവും ഇല്ലാത്ത വേദനകൾ പറഞ്ഞ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വരുന്ന രാഹുലിനെ അവൾ തടയുമ്പോൾ നീതു പറയുന്നതെല്ലാം സത്യമാണെന്ന വിചാരത്തിൽ ഉറക്കം പോലും നഷ്ടപ്പെടുത്തി അവനവളെ പരിചരിക്കും. അമ്മയുടെ മരണശേഷം ഇത്രയും സ്നേഹവും കെയറിങ്ങുമൊക്കെ ആദ്യമായിട്ടാണ് നീതുവിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനോട് പ്രണയം തോന്നിത്തുടങ്ങാൻ നീതുവിന് ഒരുപാട് കാലം വേണ്ടി വന്നില്ല. പതിയെ ഒരു സുഹൃത്തിനോടെന്ന പോലെ നീതു രാഹുലിനോട് ഇടപെടാൻ തുടങ്ങി. ചില സമയങ്ങളിൽ രാഹുലിൻ്റെ ദേഷ്യം അവളെ ഭയപ്പെടുത്തിയിരുന്നു. എങ്കിലും അവൻ്റെ സ്നേഹം നീതുവിനെ രാഹുലിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടേയിരുന്നു. തന്നെ വിട്ട് അവൾ പോകുമോ എന്ന ഭയം കാരണം രാഹുൽ എപ്പോഴും അവളുടെ കൈകൾ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കും. പെണ്ണ് വന്ന് കയറിയിട്ട് മാസം ഒന്നേ ആയുള്ളൂ, പക്ഷെ അവനെ മയക്കി പാവാടത്തുമ്പി കെട്ടിയിരിക്കുക. എന്തു മന്ത്രവാദമാണോ ഇവൾ പ്രവർത്തിച്ചത്? നീതുവിൻ്റെ കേൾക്കെ പലതവണ രാഹുലിൻ്റെ അപ്പച്ചി ദേവകി പറയാൻ തുടങ്ങി. അവളെ മാനസികമായി അവർ വേദനിപ്പിക്കുമ്പോഴൊക്കെ രാഹുൽ ദേവകിയുമായി വഴക്കുണ്ടാക്കും. മീനു, നമുക്കിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാലോ? ഒരിക്കൽ രാത്രി കിടക്ക വിരിക്കുന്നവളെ നോക്കി രാഹുൽ ചോദിച്ചു. അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? രാഹുലിൻ്റെ ചോദ്യം കേട്ട് ചെറു ചിരിയോടെ നീതു ചോദിച്ചു. ഇവിടെ ആർക്കും നമ്മളെ ഇഷ്ടമല്ല, സങ്കടത്തോടെ അവൻ പറഞ്ഞു. ഇന്ന് രാഹുലിനോട് ആരാ പറഞ്ഞത്? ഇവിടെ എല്ലാവർക്കും നമ്മളെ ഒരുപാട് ഇഷ്ടമാണ്. രാഹുലിന് അടുത്തു പോയി ഇരുന്നു കൊണ്ട് നീതു പറഞ്ഞു. അല്ല, ആർക്കും ഇഷ്ടമല്ല. ഈ വീടും ചീത്തയാ, ഇവിടെ ഉള്ളവരും ചീത്തയാ, രാഹുൽ പറഞ്ഞു. അതൊക്കെ രാഹുലിന് തോന്നുന്നതാ. ഈ വീടും നല്ലതാ, ഈ വീട്ടുകാരും നല്ലതാ, നീതു അവനെ തിരുത്തി. അല്ല, ഇന്ന് ഞാൻ അപ്പു കരഞ്ഞപ്പോൾ അവനെ പോയി എടുത്തു. അതിന് അപ്പച്ചിയും അമ്മയും രേവതി ചേച്ചിയും എന്നെ കുറേ വഴക്കിട്ടു. ഞാൻ എപ്പോൾ അവൻ്റെ അടുത്ത് പോയാലും എല്ലാവരും എന്നെ അവൻ്റെ അടുത്തുനിന്ന് മാറ്റിക്കൊണ്ടു പോകും, സങ്കടത്തോടെ രാഹുൽ പറഞ്ഞു. രാഹുലിൻ്റെ സഹോദരി രേവതിയുടെ കുട്ടിയാണ് അപ്പു. രാഹുലിന് അപ്പുവിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവന് മാനസിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവന് കുട്ടിയെ എടുക്കുന്നത് വീട്ടിലുള്ളവർക്ക് ഭയമാണ്. അത് അപ്പു കുഞ്ഞുവാവയായതുകൊണ്ടാ, അല്ലാണ്ട് രാഹുലിനെ അവർക്ക് ഇഷ്ടമില്ലഞ്ഞിട്ടല്ല. വാവേ രാഹുലിന് തരാത്തത്. നീതു അവനെ സമാധാനപ്പെടുത്തി. അല്ല, അവർക്ക് എന്നെ ഇഷ്ടമല്ല, തന്നെ ഇഷ്ടമല്ല. ദേവകിയപ്പച്ചി എപ്പോഴും തന്നെ വഴക്കിടില്ലേ? തന്നെ വഴക്കിടുന്നത് അമ്മയും രേവതി ചേച്ചിയും കേട്ടാലും കേൾക്കാത്ത പോലെ നിൽക്കും. അത് രാഹുൽ ഇടയ്ക്ക് എല്ലാവരോടും ദേഷ്യപ്പെടില്ലേ? അതുകൊണ്ട് അവരെന്നെ വഴക്കിടുന്നത്. ഇനി അങ്ങനെ ദേഷ്യപ്പെടാതിരുന്നാൽ അവരെന്നെ വഴക്കിടില്ല, നീതു പറഞ്ഞു. ആണോ? എങ്കിൽ നാളെ മുതൽ ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, രാഹുൽ നിഷ്കളങ്കമായി അവളോട് പറഞ്ഞു. ദേഷ്യം തോന്നുവാണേ എന്തു ചെയ്യും? നീതു ചോദിച്ചു. മുറിയിലേക്ക് ഓടിപ്പോരും, രാഹുൽ മറുപടിയും പറഞ്ഞു. അല്ല, ഈ വീട് ചീത്തയാണെന്ന് രാഹുൽ പറഞ്ഞില്ലായിരുന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് തനിക്ക് എല്ലാ ദിവസവും രാത്രി തലവേദനയും വയറുവേദനയും കാലുവേദനയും ഒക്കെയല്ലേ? ഈ വീട് ചീത്തയായോണ്ടല്ലേ എല്ലാ ദിവസവും അങ്ങനെ വേദന വരുന്നത്? രാഹുൽ അവളെ നോക്കി. അത് കേട്ട് ചിരിയോടെ നീതു പറഞ്ഞു. ഇന്നെനിക്ക് വേദനയൊന്നുമില്ല. സത്യമായിട്ടും
പുഞ്ചിരിയോടെ രാഹുൽ അവളെ നോക്കി. സത്യം, നീതു മറുപടി പറഞ്ഞു. എങ്കിൽ ഞാനൊരു ഉമ്മ തന്നോട്ടെ. അവൾക്കരികിലേക്ക് കൂടുതൽ ചേർന്നിരുന്നുകൊണ്ട് രാഹുൽ പറയുമ്പോൾ നീതുവിൻ്റെ ഉള്ളൊന്നു വിറച്ചു. ആ നിമിഷം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു. അവനിലേക്ക് അലിയാൻ അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ കൊതിക്കുമ്പോൾ കവളുകളിൽ ചുവപ്പ് പടർന്നു. നാണത്തോടെ നീതു മൂളുമ്പോൾ നീതുവിൻ്റെ തുടുത്ത കവളിൽ അവൻ അമർത്തി ചുംബിച്ചു. ഈ കവളിലും ഉമ്മ വെച്ചോട്ടെ, രാഹുൽ ചോദിക്കുമ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് നീതു തലയാട്ടി സമ്മതം അറിയിച്ചു. പതിയെ അവൻ്റെ പ്രണയം ഒരു മഴ പോൽ അവളിലേക്ക് പെയ്തിറങ്ങാൻ തുടങ്ങി. രാഹുൽ അവളിലേക്ക് ആഴ്ന്നിറങ്ങി തുടങ്ങുമ്പോൾ നീതുവിൻ്റെ കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ പൊടിഞ്ഞു. മീനു. ആ നിമിഷം രാഹുലിൻ്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്ന പേര് കേട്ടതും ഹൃദയം നുറുങ്ങുന്നൊരു വേദന നീതുവിൽ അനുഭവപ്പെട്ടു. കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്നു കയറിയ നിമിഷം മുതൽ മീനു എന്നാണ് രാഹുൽ അവളെ വിളിച്ചത്. പക്ഷെ അപ്പോഴൊന്നും തോന്നാത്ത എന്തോ ഒരു നൊമ്പരം ഈ നിമിഷം നീതുവിന് തോന്നി. രാഹുൽ, എന്നെ ഇനി നീതുന്ന് വിളിക്കോ? അവൻ്റെ മുഖം കൈക്കുമ്പിളിലാക്കിക്കൊണ്ട് കിതപ്പോടെ നീതു ചോദിച്ചു. നീതുന്നോ? തൻ്റെ പേര് മീനു എന്നല്ലേ? പിന്നെന്തിനാ ഞാൻ നീതു എന്നൊക്കെ വിളിക്കുന്നേ? എനിക്ക് മീനു എന്ന പേരാ ഇഷ്ടം, ഞാൻ അതേ വിളിക്കൂ. കുറച്ച് കനത്തിൽ പറഞ്ഞുകൊണ്ട് രാഹുൽ അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ രാഹുലിൻ്റെ പ്രണയം അത് മീനുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരിക്കലും തനിക്കത് കിട്ടില്ലെന്ന് നീതുവിന് ബോധ്യമായി. രാഹുലിന് അസുഖം ഭേദമായാൽ ഒരിക്കലും തന്നെ അവൻ സ്വീകരിക്കില്ലെന്ന വലിയൊരു തിരിച്ചറിവ് അവളുടെ ഹൃദയത്തെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും നീതുവിൻ്റെ മനസ്സിൽ അവനോടുള്ള സ്നേഹത്തിന് ഒരു തരി പോലും കുറവ് സംഭവിച്ചില്ല. ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർ തമ്മിൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരുന്നു. ഒരിക്കൽ രാഹുലിനരികിൽ വരാൻ ഭയന്ന നീതുവിന് ഇന്ന് അവനില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ രാഹുലേ, ഇതേ ഉറങ്ങാനുള്ള ടൈമാണ്, അല്ലാണ്ട് പത്രം വായിക്കാനല്ല. രാത്രി 9:30 ആയപ്പോൾ രാഹുൽ പത്രം വായിക്കാൻ നേരവും കാലമൊക്കെ ഉണ്ടോ? ചിരിയോടെയാണ് അവൻ്റെ ചോദ്യം. ഉണ്ടല്ലോ, രാവിലെയാണ് പത്രം വായിക്കേണ്ടത്, രാത്രി ഉറങ്ങാനുള്ള ടൈമാണ് എന്നു പറഞ്ഞുകൊണ്ട് നീതു അവൻ്റെ കയ്യിൽ നിന്നും പത്രം വാങ്ങി മാറ്റിവെക്കുമ്പോൾ അവൻ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. എനിക്ക് ഉറക്കം വരുന്നില്ല. അത് പറയുമ്പോൾ പൗരുഷം നിറഞ്ഞൊരു പുരുഷന്റെ ശബ്ദമായി മാറിയിരുന്നു അവൻ്റേത്. അതെന്താ? ചെറുചിരിയോടെ രാഹുലിന്റെ മീശയൊന്ന് പിരിച്ചുകൊണ്ട് നീതു ചോദിച്ചു. മറുപടി പറയാതിരിക്കുന്നവന്റെ കണ്ണുകൾ തന്റെ അതരത്തിലാണെന്ന് കണ്ടതും നീതു മിഴികൾ അടച്ചു. തന്റെ ചുണ്ടുകൾ രാഹുൽ നുണയാൻ തുടങ്ങിയതും നീതുവിന്റെ വിരലുകൾ അവന്റെ മുടിയിൽ മുറുക്കി. ആ സമയം ആരോ കഥകൾ തട്ടിയതും ദേഷ്യത്തോടെ നീതുവിൽ നിന്നും അവൻ അകന്നു മാറി. ഇതാരാണാവോ? ദേഷ്യത്തോടെ എഴുന്നേൽക്കാൻ പോയ രാഹുലിന്റെ കൈകളിൽ പിടിച്ച് കട്ടിലിരുത്തിക്കൊണ്ട് നീതു പറഞ്ഞു. ദേഷ്യപ്പെടല്ലേ, എനിക്ക് സത്യം ചെയ്ത് തന്നതല്ലേ, ആരോടും ഇനി ദേഷ്യപ്പെടില്ലെന്ന്. നീതു ചോദിക്കുമ്പോൾ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ തലയാട്ടിക്കൊണ്ട് രാഹുൽ അവിടെ ഇരുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം, ഇവിടെ അടങ്ങിയിരിക്കണേ എന്നു പറഞ്ഞുകൊണ്ട് നീതു പോയി വാതിൽ തുറക്കുമ്പോൾ രാഹുലിന്റെ അച്ഛൻ ദേവനാരായണനും അമ്മ ലക്ഷ്മിയുമായിരുന്നു. രാഹുൽ എന്തിയെ മോളെ, ഉറങ്ങിയോ? ദേവൻ ചോദിച്ചു. ഇല്ല, എന്തോ പറ്റി? മോളൊന്നിങ്ങോട്ട് വന്നേ, ഞങ്ങൾക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ലക്ഷ്മി പറഞ്ഞതും മുറിയുടെ വാതിലടച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ അവൾ നടന്നു. മോളെ, കർണാടകയിലെ ഒരു ന്യൂറോളജിക്കൽ സൈക്കാട്രിക് ഹോസ്പിറ്റലുണ്ട്. അവിടെ കാണിച്ചാൽ രാഹുൽ പണ്ടത്തെ പോലെ ആവുമെന്നാണ് ആ ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്നവരെല്ലാവരും പറഞ്ഞത്. അടുത്ത ആഴ്ച തന്നെ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണം. മോള് വേണം അവൻ്റെ ഒപ്പം പോകാന്, ലക്ഷ്മി പറഞ്ഞു. മറുപടിയായി തലയാട്ടുമ്പോൾ അവൾ ചങ്ക് പൊട്ടിപ്പോകുന്നൊരു വേദന അനുഭവിക്കുകയായിരുന്നു. രാഹുലിൻ്റെ മാനസിക ബുദ്ധിമുട്ടൊക്കെ മാറുമ്പോൾ രാഹുൽ തന്നെ മറക്കോ എന്ന ചോദ്യം നീതുവിൻ്റെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും കർണാടകത്തിലേക്ക് പോകാനാവും അവനെക്കൊണ്ട് അവൾ സമ്മതിപ്പിച്ചു.
ഒരാഴ്ച കഴിഞ്ഞതും രാഹുലിൻ്റെ അച്ഛനമ്മമാർക്കൊപ്പം അവർ കർണാടകത്തിലേക്ക് പുറപ്പെട്ടു. യാത്രയിൽ ഒരു നിമിഷം പോലും നീതുവിൻ്റെ കൈകളിലെ പിടി രാഹുൽ വിട്ടിരുന്നില്ല. രാഹുലിനോട് സംസാരിച്ച ശേഷം 1.5 മാസത്തെ ചികിത്സയാണ് അവർ നീതുവിനോടും വീട്ടുകാരോടും പറഞ്ഞത്. പിറ്റേ ദിവസം തന്നെ ദേവൻ തിരികെ പോയി. എന്നാൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തായി ഒരു വാടക വീടെടുത്ത് 1 മാസം നിൽക്കാൻ ലക്ഷ്മി നീതുവും തീരുമാനിച്ചു. ദിവസവും അവർ പോയി രാഹുലിനെ കാണുമായിരുന്നെങ്കിലും വീട്ടുകാരെ കാണാൻ രാഹുലിനെ ഡോക്ടേഴ്സ് അനുവദിച്ചില്ല. മോളെ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്ഷീണോ തളർച്ചയോ? ഒരു ദിവസം അത്താഴം കഴിക്കാനിരുന്നതും ലക്ഷ്മി നീതുവിനോട് തിരക്കി. ആ, ഇടയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നും. പിന്നെ ഫുഡിനോടൊക്കെ മടുപ്പ് തോന്നുന്നു. ചിലപ്പോൾ ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാവും. സംശയത്തോടെ നീതു പറയുകയാണ്. നീ പ്രഗ്നൻ്റ് ആണോന്ന് എനിക്കൊരു ഡൗട്ട്. നമുക്ക് ഇവിടെ അടുത്തുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി നാളെ ഒരു ചെക്കപ്പ് നടത്താം. ലക്ഷ്മി പറയുമ്പോഴാണ് കഴിഞ്ഞ മാസം താൻ പീരിയഡ്സ് ആയിട്ടില്ലെന്ന് നീതുവിന് ഓർമ്മ വന്നത്. രാഹുൽ തന്നെ മറക്കൂ എന്ന പേടി അവളിലുണ്ടെങ്കിലും മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ ആ നിമിഷം മുതൽ അവളുടെ മനസ്സിൽ തെളിഞ്ഞു. പിറ്റേ ദിവസം തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവർ ചെക്കപ്പ് നടത്തി. മോളെ, നമ്മൾ സംശയിച്ചത് കറക്റ്റാണ്. നീ പ്രഗ്നൻ്റാ. സന്തോഷത്തോടെ റിപ്പോർട്ട് വായിച്ചു നോക്കി ലക്ഷ്മി പറയുമ്പോൾ നീതുവിൻ്റെ മിഴികളും ആനന്ദത്താൽ നിറഞ്ഞിരുന്നു. അമ്മ, ഇത് രാഹുലിനെ അറിയിക്കണ്ടേ? സന്തോഷം നിയന്ത്രിക്കാനാവാതെ അവൾ ചോദിച്ചു. ഇപ്പോൾ തന്നെ നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം, ചെറു പുഞ്ചിരിയോടെ ലക്ഷ്മിയും പറഞ്ഞു. തൽക്കാലം ഇക്കാര്യം രാഹുലിനെ അറിയിക്കണ്ട. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളിൽ അവനിൽ വന്നു. പൂർണ്ണമായും അവൻ്റെ അസുഖം മാറിയ ശേഷം ഇക്കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് അവനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞത്. AC-യുടെ തണുപ്പ് നിറഞ്ഞ മുറിയിൽ നിൽക്കുമ്പോൾ ആലോചനയോടെ കട്ടിലിരിക്കുന്ന രാഹുലിൻ്റെ മുന്നിലേക്ക് ഡോക്ടർ വിശാലും നേഴ്സും വന്നു നിന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ, ഹൗ ഡു യു ഫീൽ? ഡോക്ടർ വിശാൽ ചോദിച്ചു. സ്ട്രേഞ്ച്. ഒരു വലിയ ഉറക്കത്തിൽ നിന്നുണർന്നതുപോലെ പരിക്കൻ ശബ്ദത്തിൽ അവൻ മറുപടി പറഞ്ഞു. മീനുവിനെ ഓർക്കുന്നുണ്ടോ? വിശാൽ ചോദിച്ചു. എൻ്റെ മരണം വരെ അവളെ എനിക്ക് മറക്കാൻ സാധിക്കില്ല, രാഹുൽ മറുപടി നൽകി. മീനു മരിച്ചിട്ടിപ്പോൾ 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതായത് കഴിഞ്ഞ 1.5 വർഷങ്ങളായി രാഹുൽ മെൻ്റലി അൺസ്റ്റേബിൾ ആയിരുന്നു. മീനുവിനെ പറ്റിയുള്ള സംസാരം തൻ്റെ ഹൃദയത്തെ കൂടുതൽ മുറിവേൽപ്പിക്കുമെന്ന് മനസ്സിലാക്കി അവനെ വിഷയം മാറ്റാനായി അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട്, തനിക്ക് അവരോട് സംസാരിക്കണോ? വിശാൽ ചോദിക്കുമ്പോൾ മറുപടിയായി രാഹുൽ അമർത്തി മൂളി. ഏകദേശം 1/2 മണിക്കൂറിനുള്ളിൽ ലക്ഷ്മിയും ദേവനാരായണനും ഒപ്പം നീതുവും മുറിയിലേക്ക് വന്നു. തന്നെ രാഹുൽ തിരിച്ചറിയുമോ എന്ന് മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നെങ്കിലും ചെറിയൊരു പ്രതീക്ഷ അവളിലുണ്ടായിരുന്നു. മോനെ. മുറിയിലേക്ക് കയറിയ നിമിഷം തന്നെ ഓടിപ്പോയി ലക്ഷ്മി അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവനും ഉള്ളിലെ സങ്കടം ആ നിമിഷം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവനും മനസ്സ് തുറന്നു കരഞ്ഞു. ഹൗ ഡു യു ഫീൽ നൗ? ലക്ഷ്മി കണ്ണുകൾ തുടച്ച് അകന്നു മാറിയതും ദേവനാരായണൻ തിരക്കി. ബെറ്റർ. രവതീച്ചി വന്നില്ലേ? രാഹുൽ തൻ്റെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, കുറച്ച് ബിസിയാണവൾ. വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് അവളെ കാണാം. രാഹുൽ, ഈ പെൺകുട്ടിയെ മനസ്സിലായോ? വിശാൽ നീതുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചോദിച്ചു. ഭയത്തോടെ ദുപ്പട്ടയിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നവളുടെ മുഖം ഓർമ്മയിൽ എങ്ങും കണ്ടെത്താൻ അവന് സാധിച്ചില്ല. മനസ്സിലായില്ല, വിശാലിന് രാഹുൽ മറുപടി നൽകുമ്പോൾ പ്രതീക്ഷിച്ച മറുപടിയായിരുന്നെങ്കിലും ഹൃദയം നുറുങ്ങുന്നൊരു വേദന നീതുവിൽ അനുഭവപ്പെട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. രാഹുലെ, ഇത് നീതുവാണ്, നിന്റെ വൈഫ്. ആ സമയത്തെ നീതുവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ലക്ഷ്മി പറഞ്ഞത്. എൻ്റെ ഭാര്യയോ? വിശ്വസിക്കാനാവാത്ത സ്വരത്തോടെ രാഹുൽ ചോദിച്ചു. രാഹുൽ, 5 മാസമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. നീതു 2 months പ്രഗ്നൻ്റ് ആണിപ്പോൾ. ദേവനാരായണൻ പറഞ്ഞ വാക്കുകൾ കേൾക്കെ വല്ലാത്തൊരു ഭാരം രാഹുലിന് അവൻ്റെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടു. എന്ത് ഭാര്യ? എനിക്കൊന്നും ഓർമ്മയില്ല. മീനുവിനെ അല്ലാതെ വേറൊരു പെണ്ണിനെയും എനിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. ദേഷ്യത്തോടെ
അച്ഛനെ അമ്മയെ നോക്കി ദേവൻ പറഞ്ഞു. കണ്ണുകൾ ഇറുക്കി അടച്ച് തൻ്റെ വേദന നിയന്ത്രിക്കുവാൻ ഏറെ പാടുപെടുകയാണ് നീതു. മാഡം, നിങ്ങളൊന്ന് പുറത്തിറങ്ങാവോ? വിശാൽ ചോദിക്കുമ്പോൾ നീതുവിനെ വിളിച്ചുകൊണ്ട് ലക്ഷ്മി മുറിക്ക് പുറത്തേക്ക് നടന്നു. രാഹുലെ, ഞങ്ങൾ നിർബന്ധിച്ച് നിന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചതല്ല. നീയാണ്, അത് മീനുവാണ് അവളെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ച് ഈ കല്യാണം നടത്തിയത്. ദേവൻ സൗമ്യമായിട്ടാണ് അവനോട് സംസാരിച്ചത്. ഒപ്പം അവളുടെ വീട്ടുകാരെ കൊണ്ട് എങ്ങനെ കല്യാണത്തിന് സമ്മതിപ്പിച്ചെന്നും എത്രത്തോളം സ്നേഹത്തോടെയും കരുതലോടെയുമാണ് നീതു അവനെ പരിചരിച്ചതെന്നുമൊക്കെ അവനോട് പറഞ്ഞു കൊടുത്തു. രാഹുൽ, ഇതൊന്നും തനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നറിയാം. പക്ഷെ ആ കുട്ടിയോട് ദേഷ്യത്തിൽ പെരുമാറരുത്. തൻ്റെ കുഞ്ഞാണ് ആ കുട്ടിയുടെ വയറ്റിൽ വളരുന്നത്. ഭാര്യയായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടായിട്ടെങ്കിലും കാണണം, വിശാൽ പറഞ്ഞു. പക്ഷെ മറുപടി ഒന്നും തന്നെ രാഹുൽ പറഞ്ഞില്ല. ശരീരം കൊണ്ടും മറ്റൊരുവളെ സ്വീകരിച്ചതിൻ്റെ കുറ്റബോധവും സങ്കടവും ആ നിമിഷം അവൻ്റെ ഹൃദയത്തെ കൂടുതൽ വേദനിപ്പിച്ചു. തിരിച്ചുള്ള നാട്ടിലേക്കുള്ള യാത്രയിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഹൃദയവേദനയോടെയായിരുന്നു രാഹുലും നീതുവും ഇരുന്നത്. ഇങ്ങോട്ടുള്ള യാത്രയിൽ അവളുടെ കയ്യിൽ നിന്നും പിടിവിടാതിരുന്നവൻ ഇപ്പോൾ ഒരു കൈയകലം പാലിച്ചാണ് ഇരിക്കുന്നത്. രാത്രിയോടെ തിരികെ വീട്ടിലേക്ക് എത്തിയതും അവൻ്റെ സഹോദരി രേവതിയും മറ്റു കുടുംബാംഗങ്ങളും അവനെ സ്നേഹപൂർവ്വം വരവേറ്റു. ദേവകിയപ്പച്ചയ്ക്ക് ആദ്യം ചെറിയൊരു പേടിയുണ്ടായിരുന്നെങ്കിലും രാഹുലിൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമായി എന്ന് മനസ്സിലായപ്പോൾ ആ ഭയമങ്ങ് മാറി. എന്നാൽ വീട്ടിലേക്ക് വന്ന് കയറിയ നിമിഷം തന്നെ നീതു ആരോടും ഒരക്ഷരം ഉരിയാടാതെ മുറിയിലേക്ക് പോയി. തളർന്ന മനസ്സിലോട് കട്ടിലേക്കിരിക്കുമ്പോൾ അത്രയും നേരം നിയന്ത്രിച്ചു നിർത്തിയ സങ്കടം അണപൊട്ടി. പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ സഹിക്കാൻ അവൾക്ക് പറ്റുന്നില്ലായിരുന്നു. രാഹുലിൻ്റെ ഈ അകൽച്ച അവളുടെ മനസ്സിൽ അത്രമാത്രം വലിയൊരു ആഘാതമാണ് സൃഷ്ടിച്ചത്. ഏറെ നേരം കഴിഞ്ഞതും മുറിയിലേക്ക് രാഹുൽ വന്നതും കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് നീതു എഴുന്നേറ്റു. പക്ഷെ അവളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ രാഹുൽ മാറാനുള്ള വസ്ത്രവുമായി വാഷ്റൂമിലേക്ക് പോയി. ഭാര്യയായി തന്നെ അവൻ അംഗീകരിക്കില്ലെങ്കിലും ഒരു സുഹൃത്തായെങ്കിലും കാണണേ എന്ന പ്രാർത്ഥന മാത്രമേ നീതുവിന് ഇപ്പോൾ ഉള്ളൂ. കുളി കഴിഞ്ഞു വന്നവന് വീണ്ടും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഒരു പില്ലോ എടുത്ത് മുറിയിലുണ്ടായിരുന്ന സോഫയിൽ കിടക്കാൻ പോയതും നീതു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കിടക്കുന്നതിന് മുന്നേ 2 മരുന്ന് കഴിക്കാനുണ്ട്. അത് കേൾക്കെ കിടക്കാതെ ബാഗിൽ നിന്നും മരുന്നെടുത്ത് അവൻ കഴിച്ചു. സോഫയിൽ കിടക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? ഞാൻ നിലത്ത് കിടന്നോളാം, നിങ്ങൾ കട്ടിലിൽ കിടന്നോളൂ. നീതു പതിഞ്ഞ സ്വരത്തിൽ അവനെ നോക്കി. പക്ഷെ കേൾക്കാത്ത ഭാവത്തിൽ രാഹുൽ കട്ടിലേക്ക് കിടന്നു. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. മനസ്സ് മന്ത്രിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉറക്കമില്ലാത്ത ഒരു രാത്രിയായിരുന്നു നീതുവിനും രാഹുലിനും. അവളുടെ തേങ്ങലിൻ്റെ ശബ്ദം രാഹുൽ കേട്ടിരുന്നു. പുതിയൊരു പ്രഭാതം. കുടുംബാംഗങ്ങൾക്കൊപ്പം ഇരുന്ന് പ്രാതൽ കഴിക്കുമ്പോൾ അവരുടെ ചർച്ചകളിൽ ഇന്നും രാഹുൽ ഇടപെട്ടു. നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? വർക്ക് ചെയ്ത ഫീൽഡ് തന്നെ നോക്കാനാണോ? രേവതിയുടെ ഭർത്താവ് തിരക്കി. ഇല്ല, സ്വന്തമായി ഒരു ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുവാണ്. നല്ലൊരു പ്ലാനാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. പുഞ്ചിരിയോടെ രേവതി ഇരുന്നു. നിങ്ങൾ ഇന്ന് പോവോ? രാഹുൽ തിരക്കി. ഉച്ച കഴിഞ്ഞ് പോകും, രേവതി മറുപടി പറയുമ്പോൾ അങ്ങോട്ടേക്ക് നീതുവും എത്തി. അവളെ കണ്ടപ്പോൾ രാഹുലിൻ്റെ മുഖത്ത് നിറഞ്ഞ താല്പര്യക്കുറവ് ദേവകി ശ്രദ്ധിച്ചു. നീതു ഇരിക്ക്, ആഹാരമൊക്കെ കൃത്യസമയത്തിന് കഴിക്കണം. നീതുവിനെ കണ്ടതും ചെറു ചിരിയോടെ രേവതി പറയുമ്പോൾ മങ്ങിയ പുഞ്ചിരിയോടെ അവൾ രാഹുലിനടുത്തുണ്ടായിരുന്ന കസേരയിലിരുന്നു. ഒരു വേള പോലും അവളിലേക്ക് രാഹുൽ ശ്രദ്ധിക്കാതിരിക്കുന്ന കണ്ടതും ദേവകി ഉള്ളാലെ ഒന്ന് പുഞ്ചിരിച്ചു. ഇത്രയും താഴെത്തട്ടിലുള്ള ഒരു പെണ്ണിനെ ഇവിടുത്തെ മരുമകളെ അംഗീകരിക്കുവാൻ രേവതിക്ക് സാധിക്കില്ലായിരുന്നു. രാഹുലിന് ഇപ്പോഴുള്ള ഈ താല്പര്യക്കുറവ് മുതലെടുത്ത് അവൾ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാമെന്ന് ദേവകി ചിന്തിച്ചു. മോൻ ഇവിടെ ഇരിക്കുവാണോ? ഞാൻ മോനെ എവിടെയെല്ലാം നോക്കി. ഉച്ച കഴിഞ്ഞ് ഒരു ബുക്കും വായിച്ച് ബാൽക്കണിയിലിരിക്കുന്ന രാഹുലിൻ്റെ അടുത്തേക്ക് വന്ന് രേവതി ചോദിച്ചു. എന്താ അപ്പച്ചി, എന്തെങ്കിലും പറയാനുണ്ടോ?
ആ നീതുവിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സത്യത്തിൽ അവൾ നിന്നെ കല്യാണം ചെയ്തത് നിന്റെ കയ്യിലെ കാശ് കണ്ടുകൊണ്ടാണ്. കല്യാണത്തിന് സമ്മതിക്കാൻ തന്നെ 10-15 ലക്ഷം നിന്റെ അച്ഛനും അമ്മയും അവൾക്കും അവളുടെ വീട്ടുകാർക്കും കൊടുത്തു. 10 ലക്ഷമോ? ഇക്കാര്യം അച്ഛനും അമ്മയും രാഹുലിനോട് പറഞ്ഞിരുന്നില്ല. പോരാത്തേന് അവളുടെ അനിയത്തിമാരെ രണ്ടിൻ്റെയും വിദ്യാഭ്യാസ ചെലവ് നിന്റെ അച്ഛനും അമ്മയും ഏറ്റെടുത്തു. സത്യം പറഞ്ഞ അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ച് നിന്റെ ആണോന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അവൾക്ക് നിങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഏതോ ഒരു പയ്യനുമായി റിലേഷൻ ഉണ്ടായിരുന്നു. എരുത്തിയിൽ എണ്ണ ഒഴിക്കും പോലെ ദേവകി പറഞ്ഞു. ഒരു നിമിഷം നീതുവിനോട് തോന്നുന്ന താല്പര്യക്കുറവ് അവനിൽ ദേഷ്യമായി മാറി. ഒരാഴ്ചകൾക്കപ്പുറം ഓഫീസ് റൂമിലിരുന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെക്കുകയാണ് രാഹുൽ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലക്ഷ്മി വന്നത്. രാഹുലേ, മോനെ, നീ നാളെ ഫ്രീ ആണോ? നാളെ ആ ബിൽഡിങ്ങിൻ്റെ ഓണറിനെ പോയി കാണണം. എന്താ അമ്മേ, എന്തെങ്കിലും വിശേഷമുണ്ടോ നാളെ? ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാഹുൽ ചോദിച്ചു. നാളെ നീതുവിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ശൈല ഡോക്ടർ നല്ലൊരു ഗൈനക്കോളജിസ്റ്റാ. അവരെ കാണിക്കാം. ലക്ഷ്മി പറഞ്ഞു. എനിക്ക് പറ്റില്ല, എനിക്ക് നാളെ വേറെ പരിപാടിയുണ്ട്. താല്പര്യമില്ലാത്ത മട്ടിൽ രാഹുൽ പ്രതികരിച്ചത്. എടാ, ഒരു 2 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. അവളുടെ വയറ്റിലുള്ളത് നിന്റെ കുഞ്ഞല്ലേ അപ്പോൾ? ലക്ഷ്മി പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ രാഹുൽ ചാടി എഴുന്നേറ്റു. എൻ്റെ കുഞ്ഞാണെന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? രാഹുലേ, നീ ദേഷ്യത്തിൻ്റെ പുറത്ത് വായി തോന്നുന്നത് വിളിച്ചു പറയില്ലേ? രാഹുൽ പറഞ്ഞത് കേട്ട് ലക്ഷ്മിക്ക് ദേഷ്യം തോന്നി. കാശിന് വേണ്ടിയല്ലേ എന്നെ അവൾ കല്യാണം കഴിച്ചത്? അങ്ങനെയുള്ള ഒരുത്തിയുടെ സ്വഭാവം എങ്ങനായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. ആ കുഞ്ഞ് എൻ്റെ ആണെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ദേഷ്യത്തോടെ രാഹുൽ പറയുമ്പോൾ മുറിക്ക് പുറത്തു നിന്ന് ദീതുവിന് ദേഷ്യവും സങ്കടവും ഒരുപോലെ തോന്നി. ഈ നിമിഷം ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ അവൾ ചിന്തിച്ചു പോയി. ഈ പറഞ്ഞതിനൊക്കെ ഒരു ദിവസം നീ പശ്ചാത്തപിക്കും മോനെ, ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോകുന്ന നീതുവിനെ ലക്ഷ്മി കണ്ടിരുന്നു. അവൾ രാഹുൽ പറഞ്ഞതെല്ലാം കേട്ടുവെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. എങ്ങനെ നീതുവിനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ ലക്ഷ്മി അവളുടെ പിന്നാലെ ചെന്നു. ലക്ഷ്മി ചെല്ലുമ്പോൾ തൻ്റെ സാധനങ്ങൾ ബാഗിലേക്ക് മടക്കി വെക്കുവാണ് നീതു. ഇടയ്ക്ക് കണ്ണുകൾ തുടയ്ക്കുന്നുമുണ്ട്. മോളെ, നീ എന്താ ഈ കാട്ടുന്നേ? അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു. അമ്മ, ഞാൻ ഇവിടുന്ന് പോവാ. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, തേങ്ങലോടെ നീതു പറഞ്ഞു. അവൻ്റെ ഇപ്പോഴത്തെ ദേഷ്യത്തിൻ്റെ പുറത്താണ് നിന്നോടവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നീതുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി അവളുടെ അരികിലിരുന്നു. എൻ്റെ സ്വഭാവത്തെയല്ലേ അമ്മേ രാഹുൽ സംശയിക്കുന്നത്? ഈ കുഞ്ഞുവരെ രാഹുലിൻ്റെ അല്ലെന്നല്ലേ പറയുന്നത്? എൻ്റെ സ്ഥാനത്ത് അമ്മയാണെങ്കിൽ ഇതൊക്കെ കേട്ട് സ്വന്തം അഭിമാനം പണയം വെച്ച് ജീവിക്കുമോ? നീതുവിൻ്റെ ചോദ്യത്തിന് ലക്ഷ്മി മൗനം പാലിച്ചു. അമ്മ പേടിക്കണ്ട, ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല. ഈ കുഞ്ഞിനു വേണ്ടി ഞാൻ ജീവിക്കും. കണ്ണുനീർ തുടച്ച് അമ്മയെ നോക്കി പറഞ്ഞ ശേഷം തൻ്റെ ബാഗുമായി നീതു പുറത്തേക്കിറങ്ങി. പണ്ട് മുതലേ സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കുവാണ് ശീലം. ഇതും അതേപോലെ ഉള്ളിൽ ഒതുക്കാൻ അവൾ തീരുമാനിച്ചു. നീതു ആ വീട്ടിൽ നിന്ന് പോയിട്ട് 3 മാസങ്ങൾ കഴിഞ്ഞു. രാഹുൽ ഒരിക്കൽ പോലും അവളെ അന്വേഷിച്ച് ചെന്നില്ല. അവൻ ആഗ്രഹിച്ചതുപോലൊരു ബിസിനസ് എത്രയും വേഗം തന്നെ അവന് തുടങ്ങാനും സാധിച്ചു. എന്നാൽ ലക്ഷ്മിയും ദേവനാരായണനും ഇടയ്ക്കിടയ്ക്ക് നീതുവിൻ്റെ വിശേഷങ്ങൾ വിളിച്ചു ചോദിച്ചു. അവൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാശൊക്കെ അവരായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം മുറിയിലിരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലക്ഷ്മി കയറി വന്നത്. രാഹുലെ, ഇത് നിനക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീതുവിൻ്റെ സോണോഗ്രാം റിപ്പോർട്ട്, ഒരു ചെറിയ തവിട്ട് നിറത്തിലുള്ള ചിത്രം, ഇതുവരെ ഒരു കുട്ടിയുടെ രൂപത്തിലായിട്ടില്ല. അതിൽ നോക്കവേ അവൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു നോവ് അനുഭവപ്പെട്ടു. വിരലുകൾ ഒന്ന് വിറച്ചു. നീ വിശ്വസിക്കുമെന്നറിയില്ല, പക്ഷേ അവളുടെ വയറ്റിലുള്ളത് നിന്റെ കുഞ്ഞു തന്നെയാ. പിന്നെ അന്ന് നീതുവിൻ്റെ സ്ഥാനത്ത് മറ്റേത് പെൺകുട്ടിയായിരുന്നെങ്കിലും നിനക്കിട്ടൊന്ന് പൊട്ടിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളായിരുന്നു. കനത്തിൽ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി.
ആ രാത്രി അവന് ഉറങ്ങാൻ സാധിച്ചില്ല. എത്ര വട്ടം ആ റിപ്പോർട്ടിൽ അവൻ നോക്കിയെന്ന് അവന് പോലും നിശ്ചയമില്ല. ആ രാത്രി തൊട്ട് രാഹുൽ തൻ്റെ ഓർമ്മയിൽ തിരിഞ്ഞത് മുഴുവനും നീതുവിനെയായിരുന്നു. മാനസിക ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. നീതുവിനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ ഓർമ്മ വരുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദന രാഹുലിന് അനുഭവപ്പെട്ടു. അവളെ സംശയിച്ചതോർക്കുമ്പോൾ അവനോട് തന്നെ അവന് ദേഷ്യം തോന്നി. ആഴ്ചകൾക്കപ്പുറം ഒരു വൈകുന്നേരം കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവേ ട്രാഫിക്കിൽപ്പെട്ട് കിടക്കുന്ന സമയം റോഡരികിൽ കൂടി ഗർഭിണിയായ ഒരു പെൺകുട്ടി പോകുന്നത് കണ്ടതും നീതുവിൻ്റെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അവളെ കാണണമെന്ന് മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങിയതും ആരോടൊക്കെയോ വഴി ചോദിച്ച് അവളുടെ വീട്ടിലേക്ക് രാഹുൽ വണ്ടി ഓടിച്ചു. ചെറിയൊരു വീടായിരുന്നു നീതുവിൻ്റേത്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീടിനകത്തു നിന്നും അവളുടെ രണ്ടാനമ്മയും അനുജത്തി ആര്യയും, അമ്മ, ചേച്ചിക്ക് തീരെ വയ്യ, നല്ല ചൂടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ആര്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ കാര്യത്തിൽ നീ എന്തിനാ ഇത്ര ശ്രദ്ധ കാണിക്കുന്നത്? നീയേ നിന്റെ സ്വന്തം ചേച്ചിയുടെ കാര്യം തിരക്കിയാൽ മതി. നീതുമല്ല നിന്റെ സ്വന്തം ചേച്ചി. രാധ ദേഷ്യത്തോടെയാണ് പറയുന്നത്. നന്ദികേട് കാണിക്കല്ലേ അമ്മേ. നമുക്ക് വേണ്ടിയാ ചേച്ചി അയാളെ കല്യാണം കഴിച്ചതും ഈ ഒരവസ്ഥയിലായതും. ആര്യ പറയുമ്പോൾ അങ്ങോട്ടേക്ക് രാഹുൽ കയറി ചെന്നു. നീതുവിന് എന്താ പറ്റിയത്? രാഹുലിൻ്റെ ശബ്ദം കേട്ട് രാധയും ആര്യയും അവനെ നോക്കി. അവൾക്ക് എന്തു പറ്റിയാലും നിനക്കെന്താ? വയറ്റിലൊരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവളെ ഉപേക്ഷിച്ചവനല്ലേ നീയ? രാധ അവനെ നോക്കി ചോദിക്കുമ്പോൾ ആര്യ അവരെ അവഗണിച്ചുകൊണ്ട് രാഹുലിൻ്റെ അടുത്തേക്ക് വന്നു. ചേച്ചിക്ക് തീരെ വയ്യ, പനിയും ചൂടുമൊക്കെയാ, എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഏതാ നീതുവിൻ്റെ മുറി? രാഹുൽ ചോദിക്കുമ്പോൾ ആര്യ വേഗം തന്നെ രാഹുലിനെ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തൊക്കെയോ രാധ കിടന്നു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ അതൊക്കെ അവഗണിച്ചു. തീരെ കുഞ്ഞൊരു മുറി. എങ്കിലും നല്ല വൃത്തിയോടെയാണ് ആ മുറി അവൾ ഇട്ടത്. കട്ടിലില്ല, പകരം ഒരു കീറിയ പായയിലാണ് അവൾ കിടന്നത്. അവളുടെ അവസ്ഥ കണ്ട് കുറ്റബോധത്തോടൊപ്പം സങ്കടവും അവന് തോന്നി. പാതി ബോധത്തോടെയാണ് നീതു കിടന്നത്. അവളുടെ വയറ് ചെറുതായി വീർത്തിട്ടുമുണ്ട്. വേഗം തന്നെ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ കാറിനടുത്തേക്ക് പോയി. ആരെയും അവർക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു. എന്നാൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ആര്യയെ അവൻ തിരികെ വീട്ടിലേക്കാക്കി. വൈകുന്നേരത്തോടെ മിഴികൾ തുറക്കുമ്പോൾ നീതു കാണുന്നത് രാഹുലിൻ്റെ മുഖമാണ്. ആദ്യം സ്വപ്നമാണെന്നാണ് നീതു കരുതിയത്. കുറച്ച് സമയമെടുത്തു യാഥാർത്ഥ്യമാണ് താനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ. നിങ്ങളെന്താ ഇവിടെ? ഉള്ളിൽ അവനോട് അടങ്ങാത്ത ഇഷ്ടമുണ്ടെങ്കിലും അവൻ പറഞ്ഞ വാക്കുകളുടെ വേദന അവളിൽ നിന്നും മാഞ്ഞിരുന്നില്ല. അവനോട് ക്ഷമിക്കാനും അവൾക്ക് സാധിക്കുന്നില്ല. ഞാനാ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. തന്നെ കാണാനായി ഞാൻ തൻ്റെ വീട്ടിൽ വന്നപ്പോൾ തനിക്ക് പനിയായി കിടക്കുമായിരുന്നു. എന്നെ കാണാൻ വന്നത് സ്നേഹം കൊണ്ടായിരുന്നോ അതോ കുറ്റബോധം കൊണ്ടോ? പതിഞ്ഞ സ്വരത്തിൽ നീതു തിരക്കി. മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നവനെ നോക്കി അവൾ പറഞ്ഞു, കുറ്റബോധം കൊണ്ടായിരിക്കൂല്ലേ? അത് വേണ്ട. നിങ്ങൾ ഇനിയും എന്നോട് കൂടുതലെടുത്താൽ ഇതിലും വേദന ഞാൻ അനുഭവിക്കേണ്ടി വരും. ഞാൻ എവിടെയെങ്കിലും ഈ കുഞ്ഞുമായി ജീവിച്ചോളാം. എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ ദയവേത് വരരുത്. നീതു, ഐ എം സോറി. ഞാൻ പറഞ്ഞ കാര്യങ്ങളോർത്ത് എനിക്ക് റിഗ്രറ്റ് ഉണ്ട് ഇപ്പോൾ. തന്നെ ഭാര്യയായി കാണാൻ സാധിച്ചില്ല. എങ്കിലും നല്ലൊരു ഫ്രണ്ടായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. താൻ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണം. ഫ്രണ്ടായിട്ട് ആയിട്ടാണെങ്കിലും നിങ്ങൾ എന്നോട് കൂടുതൽ അടുത്തെന്നാൽ അവസാനം ഞാൻ ഒരുപാട് കരയേണ്ടി വരും. അതുകൊണ്ടൊന്നും വേണ്ട, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. അപേക്ഷിക്കുന്നത് പോലെ അവൾ പറഞ്ഞു. അങ്ങനെ വിടാൻ എനിക്ക് പറ്റില്ല. തൻ്റെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞല്ലേ. എൻ്റെ കുഞ്ഞ് ആ വീട്ടിൽ കിടന്ന് ദുരിതം അനുഭവിക്കാൻ ഞാൻ സമ്മതിച്ചു തരത്തില്ല. ആ വീട്ടിൽ തനിക്ക് നല്ല ഫുഡില്ല, നല്ലൊരു മുറിയില്ല, തന്നെ കെയർ ചെയ്യാൻ പോലും ആരുമില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ വന്നേ പറ്റൂ. വന്നില്ലെങ്കിൽ നിയമത്തിൻ്റെ സഹായം എനിക്ക് തേടേണ്ടി വരും. അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ലെന്ന് ഒരുപാട് പ്രാവശ്യം അവൾ പറഞ്ഞെങ്കിലും അവസാനം ലക്ഷ്മിയും ദേവനാരായണൻ്റെയും ഉപദേശം കൂടി ആയതും കുഞ്ഞിൻ്റെ നല്ലതിനു വേണ്ടി നീതു ആ വീട്ടിലേക്ക് പോയി. പക്ഷേ ഇത്തവണ ദേവകി എരുത്തിയിൽ എണ്ണയൊഴിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒരേ മുറിയിലായിരുന്നു അവരുടെ താമസമെങ്കിലും
നീതു രാഹുലുമായി ഒരകലം പാലിച്ചു. അവൾക്ക് ഭയമാണ്. ഒരിക്കൽ വേദനിച്ചതുപോലെ അവനുമായി അടുത്താൽ ഇനിയും വേദനിക്കേണ്ടി വരുമോന്നോർത്ത്. പക്ഷെ ഓരോ ദിവസം ചെല്ലുമ്പോഴും നീതുവിനോട് എന്തോ ഒരിഷ്ടം രാഹുലിന് തോന്നി തുടങ്ങി. നീതു ഒരു ദിവസം റുട്ടീൻ ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ പോയ രാഹുലും നീതുവും അവൾക്കൊപ്പം പണ്ടുപിടിച്ച നിതിൻ എന്നൊരു ഫ്രണ്ടിനെ കണ്ടു. എത്ര നാളായി കണ്ടിട്ട്? നിന്റെ കല്യാണം ഇതെപ്പോൾ കഴിഞ്ഞു? 1 വർഷം കഴിഞ്ഞു. നീ എന്താ ഇവിടെ? പനി പിടിച്ചോ? നീതു നിതിനോട് തിരക്കി. ചെറിയൊരു പനി. ഇതാണോ നിന്റെ ഭർത്താവ്? രാഹുലിനെ നോക്കി നിതിൻ ചോദിക്കുമ്പോൾ നീതു അമർത്തിയൊന്ന് മൂളി. ഞാനും നീതുവും +2 വരെ ഒരുമിച്ചാണ് പഠിച്ചത്. ബ്രോ എന്ത് ചെയ്യുന്നു? ഇന്റീരിയർ ഡിസൈൻ്റെ ഒരു കമ്പനി റൺ ചെയ്യുവാണ്. താനോ? ചെറുചിരിയോടെ രാഹുൽ തിരക്കി. ഞാൻ PSC കോച്ചിങ്ങും പിന്നെ ചെറിയ കേറ്ററിംഗ് വർക്കുമൊക്കെ. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ നാൾ ഞാൻ ഇവിടെ പിറകെ നടന്നു. പക്ഷെ ഇവള് മൈൻഡ് ചെയ്തില്ല. വലുതാവുമ്പോൾ ജോലിയൊക്കെ കിട്ടിയിട്ട് ഇവളെ പ്രപ്പോസ് ചെയ്യാനിരുന്നതാ. തമാശ നിറഞ്ഞ സ്വരത്തോടെ നിതിൻ പറഞ്ഞെങ്കിലും രാഹുലിനത് അത്ര ഇഷ്ടമായില്ല. നിതിൻ അവൻ്റെ നമ്പർ നീതുവിന് നൽകിയെങ്കിലും രാഹുലിനത് ദേഷ്യമായി. രാത്രി നീതു മുറിയിലേക്ക് വരുമ്പോൾ കാണുന്നത് അവളുടെ ഫോണിൽ രാഹുൽ എന്തോ നോക്കുന്നതാണ്. എന്താ നോക്കുന്നേ? സംശയത്തോടെ നീതു അവൻ അരിയിലേക്ക് വന്നു. ആ നിതിൻ്റെ നമ്പർ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതാ. കുറച്ച് ഗൗരവത്തോടെ രാഹുൽ പറഞ്ഞു. അതെന്തിനാ? വീണ്ടും സംശയത്തോടെ നീതു ചോദിച്ചു. എനിക്കിഷ്ടമല്ല താൻ അവനോട് സംസാരിക്കുന്നതും കൂട്ടുകൂടുന്നതും. അത് കേട്ട് മങ്ങിയ ചിരിയോടെ നീതു ചോദിച്ചു. എന്നെ സംശയമാണോ? തന്നെ സംശയമൊന്നുമില്ല. പക്ഷെ അവനൊരു ഞരമ്പനാണ്. അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തനിക്ക് നല്ലതല്ല. എനിക്ക് നല്ലതായാലും ചീത്തയായാലും രാഹുലിന് എന്താ പ്രശ്നം? രാഹുലിനെ ബാധിക്കുന്ന കാര്യമാണോ? ആണെന്ന് കൂട്ടിക്കോ. തനിക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എനിക്കും നോവും. ചെറുചിരിയോടെ അവൻ പറയുമ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ അവൾ അവനെ നോക്കി. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇത്രയും പെട്ടെന്ന് തന്നൊരു ഇഷ്ടം തോന്നുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇനി താനില്ലാത്തൊരു ലൈഫിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല, രാഹുൽ പറഞ്ഞു. രാഹുൽ എന്നെ പറ്റിക്കാൻ പറയല്ലേ? നിറകണ്ണുകളോടെ നീതു ചോദിക്കുമ്പോൾ അവൻ അവളെ പുണർന്നിരുന്നു. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് തന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇടറിയ ശബ്ദത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടതും അവൻ പറയുന്നത് സത്യമാണെന്ന് നീതുവിന് മനസ്സിലായി. ഇനി എന്നെ ഒരിക്കലും വേദനിപ്പിക്കല്ലേ രാഹുൽ. ഈ കുഞ്ഞ് നമ്മുടേതാണ്. കല്യാണത്തിന് മുന്നേ എനിക്കാരുമായിട്ടും യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, തേങ്ങലോടെ അവൾ പറഞ്ഞു. ബന്ധം ഉണ്ടായിരുന്നെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. കാരണം അത് പാസ്റ്റല്ലേ. എന്നെ താൻ ഒരിക്കലും ചതിക്കില്ലെന്നറിയാം. നീതുവിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നുകൊണ്ട് രാഹുൽ പറഞ്ഞു. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഈ കുഞ്ഞ് നമ്മുടേതാണ്, എൻ്റെയാണ്. ഇടറിയ സ്വരത്തോടെ അവളുടെ വീർത്ത വേറിൽ മുത്തിക്കൊണ്ട് രാഹുൽ പറയുമ്പോൾ സന്തോഷം കൊണ്ട് നീതുവിൻ്റെ കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ പൊടിഞ്ഞിരുന്നു. പിന്നെ പതിയെ അവളെ പൊക്കിയെടുത്ത് കട്ടിലേക്ക് എടുത്തിയ ശേഷം അവൾക്കരികിലായി രാഹുലും കിടന്നു. ആ ദിവസം മുഴുവൻ അവരുടെ കുഞ്ഞു മാലാഖയ്ക്കുള്ള പേരുകൾ കണ്ടെത്തി പുത്തൻ ഉടുപ്പുകൾ വാങ്ങി ആ കുഞ്ഞിൻ്റെ വരവിനായിട്ടുള്ള കാത്തിരിപ്പുകൾ അവരാരംഭിക്കുകയായിരുന്നു. ശുഭം.